നമസ്കാരം. പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത പ്രശസ്തിയിലെത്തിയ നടിമാരുണ്ട്. അവരിൽ ഒരാളാണ് നടി കാവ്യ മാധവൻ. ബാലതാരമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി പിന്നീട് നായികയായി വളർന്ന കാവ്യ നാടൻ കഥാപാത്രങ്ങളിലെയാണ് കൂടുതലായിട്ടും അവതരിപ്പിച്ചത്. കാവ്യയുടെ സൗന്ദര്യവും അത്തരത്തിൽ ഉള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ശക്തമായ ചില സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും കാവ്യയ്ക്ക് സാധിച്ചു. എന്നാൽ കാവ്യ മാധവൻ എന്ന നടിയുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള അത്രയൊന്നും കഥാപാത്രങ്ങളൊന്നും കാവ്യയ്ക്ക് ലഭിച്ചില്ല എന്നതാണ് വസ്തുത. കാവ്യ മാധവന്റെ സിനിമകളെയും കഥാപാത്രങ്ങളെ പറ്റി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഒരിക്കൽ സംസാരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് കാവ്യയെക്കുറിച്ച് പൃഥ്വി സംസാരിച്ചത്. കാവ്യ മാധവനെ ഞാൻ മിക്കപ്പോഴും സിനിമകളിൽ കണ്ടിട്ടുള്ളത് അയൽവക്കത്തെ പെൺകുട്ടി, അതുമല്ലെങ്കിൽ നാണം കുടുങ്ങിയ നാടൻ കഥാപാത്രങ്ങളിലൂടെയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിയാണ് കാവ്യ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ കാവ്യയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വളരെ ചുരുക്കം സിനിമകൾക്കേ സാധിച്ചിട്ടുള്ളൂ. അതിലൊരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുള്ള വാസ്തവം ആണെന്നാണ് എൻ്റെ നിഗമനം. അതിലും കാവ്യയുടെ കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ ടൈം കുറവായിരുന്നു. എങ്കിലും എനിക്ക് കാവ്യ എന്ന നടിയുടെ മികവുറ്റ പ്രകടനം അതിൽ കാണാൻ സാധിച്ചുവെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ വ്യക്തമാക്കുന്നത്. പൃഥ്വിരാജും കാവ്യ മാധവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് വാസ്തവം. ഈ ചിത്രത്തിൽ കാവ്യ മാധവൻ അസാധാരണ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ അമിതമായി പ്രണയിച്ചിരുന്ന സുമിത്ര എന്ന കഥാപാത്രത്തെയാണ് കാവ്യ അവതരിപ്പിച്ചത്. ഇരുവരുടെയും പ്രണയവും വിരഹവും ഒക്കെ അത്രയും തിളക്കത്തോടെ അവതരിപ്പിക്കാൻ കാവ്യയ്ക്ക് സാധിച്ചു. ഇരുവരുടെയും കോംബോ ഏറെ ജനപ്രിയമാവുകയും ചെയ്തു. 2016 മുതൽ അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടി കാവ്യ മാധവൻ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം കാവ്യ അഭിനയിച്ചത്. ഇതിൽ ദിലീപായിരുന്നു നായകനായിട്ട് കഥാപാത്രമായി എത്തിയത്. ഈ സിനിമ തിയേറ്ററുകളിൽ എത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യയും വിവാഹിതരായി. ഏറെക്കാലം ദിലീപും കാവ്യയും പ്രണയത്തിലായിരുന്നുവെന്ന ഗോസിപ്പുകൾക്കൊടുവിലായിരുന്നു ഇരുവരുടെ വിവാഹം. ദിലീപുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടെ ഒരു പെൺകുഞ്ഞിന് കാവ്യ ജന്മം നൽകിയതോടുകൂടി കരിയറിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ് നടി. ഇപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം. ഇതിനോട് അനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. സാരികളിലും ചുരിദാറിലുമൊക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണ് കാവ്യ ഇപ്പോൾ. ഇതിനിടയിൽ സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ലെങ്കിലും കാവ്യയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ആരാധകർ. മാത്രമല്ല, ഇടക്കാലത്ത് തടിച്ചുരുണ്ട് വന്നിരുന്ന നടി മേക്ക് ഓവർ നടത്തി കൂടുതൽ സുന്ദരിയായിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ സിനിമയിലേക്ക് വരിക എന്ന ലക്ഷ്യം കണ്ടിട്ടാണ് എന്ന പ്രചാരണവുമുണ്ട്. എന്തായാലും കഴിവുകളുള്ള ഒരു നടി അതെല്ലാം ഉപേക്ഷിച്ച് വേലക്കാരിയെപ്പോലെ വീട്ടിലെ ജോലിയും നോക്കിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ആരാധകർ കാവ്യയെക്കുറിച്ച് പറയുന്നത്.